welcome to the next classes. അപ്പോൾ നമ്മളിന്ന് 8th ലെസൺ 2 അതായത് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ലെസൺ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 3 എക്സസൈസസ് കഴിഞ്ഞു. ഇതിപ്പോൾ 4th എക്സസൈസിലാണ്, പേജ് നമ്പർ 41. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നയാളും മുന്നേ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 എക്സസൈസസ് കഴിഞ്ഞു. ഫസ്റ്റ് എക്സസൈസ് ഒക്കെ വെരി ഈസി ആയിരുന്നു. ഫസ്റ്റും സെക്കൻഡും രണ്ടും അങ്ങനെ വെരി ഈസിയാണ്. തേർഡ് ആയപ്പോഴേക്കും നമ്മളൊന്നും കൂടിയും ഒന്ന് സെറ്റായിട്ട് പഠിച്ചു തുടങ്ങി. 4th എക്സസൈസ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി നമ്മളൊന്ന് നല്ല പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. The perimeter of a triangle is 80 meters and its length is 1 meter more than twice its breadth. What are its length and breadth? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 meters. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 80 meters ആണെന്നാണ് തന്നിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഈസ് 1 meter more than twice its breadth. അതായത് ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ കൂടുതലാണ്. 1 meter മോർ എന്ന് പറയുമ്പോൾ കൂടുതൽ, അപ്പോൾ +1. ദെൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്, ബ്രെഡ്ത്തിനേക്കാട്ടിലും ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 times, അതായത് 2 into ബ്രെഡ്ത്ത്. ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് 1 more than, അപ്പോൾ ബ്രെഡ്ത്തിന് ട്വൈസ് ബ്രെഡ്ത്തിനേക്കാളും 1 meter ലോങ് ആണ്. വാട്ട് ആർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? അപ്പോൾ പിന്നെ ബ്രെഡ്ത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതിനാണ് എക്സ് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. ഓക്കെ, ഇവിടെ നോക്കൂ. ലെങ്ത്ത് എന്ന് പറയുന്നത് ട്വൈസ് ഇറ്റ്സ് 1 more than twice its breadth എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലെങ്ത്ത് ബ്രെഡ്ത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലാവുണ്ടോ പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത് 1 more than twice its breadth എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതിനാണ് എക്സ് കൊടുക്കേണ്ടത്? ലെങ്ത്തിനാണോ ബ്രെഡ്ത്തിനാണോ എക്സ് കൊടുക്കേണ്ടത്? കാരണം ഒരു ഇക്വേഷനിൽ നമ്മൾ ഒരു എക്സ് മാത്രമാണ് ഒരു എക്സ് അല്ലെങ്കിൽ എക്സ് വൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. 2 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ലെങ്ത്തിന് എക്സ് കൊടുത്തു, ബ്രെഡ്ത്തിന് വൈ കൊടുത്തു, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരൊറ്റ ഇക്വേഷനിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഫുൾ എക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫുള്ള് വൈ ആയിരിക്കണം. ഏതാ വേരിയബിൾ എന്ന് വെച്ചാൽ അതായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താ പറയുക 1 more than twice its breadth ആണ്. അപ്പം നമുക്ക് എന്തിന് എക്സ് കൊടുത്താൽ മതി? ബ്രെഡ്ത്തിന് നമുക്ക് എക്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്തിന് എക്സ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്തിന് അപ്പം എങ്ങനെ എഴുതാം? 2x + 1 എഴുതിയൂടെ? ബ്രെഡ്ത്ത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത്തിന് എങ്ങനെ എഴുതാം? 2x + 1 കൊടുക്കാം, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതുപോലത്തെ പ്രോബ്ലം ഇനി ലാസ്റ്റ് എക്സസൈസിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യാന്നുള്ളത്. പെരിമീറ്റർ 80 meter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പെരിമീറ്ററിന്റെ ഫോർമുല എഴുതാണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. എന്താണ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 80 meter ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 80. ഓക്കെ, ഇനി 2 into ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ്? 2x + 1. 2x + 1 അതിൻ്റെ കൂടെ പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ആയി ഈക്വൽ ടു ഈ 80 അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇതിലുള്ളത് എന്താ പറയുക, ബ്രാക്കറ്റിനുള്ളിലുള്ളത് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ കണ്ടോ 2 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 2x + x എത്രയാണ്? 3x, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 into 3x + 1 ഈക്വൽ ടു 80. ഇങ്ങനെ എഴുതിയൂടെ? എഴുതാലോ. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. ബ്രാക്കറ്റ് എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുക? 2നെ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 into 3x എന്ന് പറയുന്നത് എത്രയാണ്? 6x. ഇനി പ്ലസ് ആണ് ഇവിടെ ഉള്ളത്, പ്ലസ് എഴുതി. 2 into 1 എന്ന് പറയുന്നത് 2 ആണ്, ഈക്വൽ ടു 80. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്?
വേരിയബിൾസിനെ ഇവിടെ നിർത്തിയിട്ട് നമ്പേഴ്സിനെ മുഴുവൻ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെയാണ് 6x = 80 അതുപോലെ തന്നെ എഴുതി. ഇവിടെ എന്താണ് +2 ആണ് ഉള്ളത്. അപ്പോൾ +2 ഇങ്ങോട്ട് പോകുമ്പോൾ -2. 6x = 78. therefore x = 78 അങ്ങനെ തന്നെ എഴുതാം. 6നെ നമ്മൾ എന്ത് ചെയ്യണം? 6 ഇവിടെ എന്തിലാണ് കിടക്കുന്നത്? 6 × 8x എന്നാണ് ഉള്ളത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? ഡിവിഷൻ ആവും. അപ്പോൾ എങ്ങനെ എഴുതണം? 678/6. 7ൽ 1 ടൈം പോവും, ബാലൻസ് 1 ഉണ്ട്. 18ൽ 3 ടൈംസ്. അപ്പോൾ x = 13 എന്ന് കിട്ടി. ഈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ബ്രെഡ്ത്ത് ആണ് എക്സ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത് = 2x + 1 അല്ലേ? = 2 × 13 + 1. 2 × 13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 626 അല്ലേ? 26 + 1 = 27. അപ്പം നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് എന്ന് പറഞ്ഞിട്ട് 27 കിട്ടി, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് 13 കിട്ടി. ക്ലിയർ ആയില്ല പറഞ്ഞത്? സിമ്പിൾ അല്ല ഇത് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ഡിറൈവ് ചെയ്യാൻ അറിയാൻ മാത്രമേ വേണ്ടൂ. പിന്നെ ഇതിൻ്റെ ഫോർമുല അറിയണം. പെരിമീറ്ററിൻ്റെ ഫോർമുല അറിഞ്ഞാലാണ് പിന്നെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ കേട്ടോ. സിമ്പിൾ പ്രോബ്ലം ആണല്ലോ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനും വലിയ പ്രശ്നമുള്ളതല്ല. നോക്കാം, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ another line is to be drawn such that angle on one side is 50 degree more than the angle on the other side. How much is the smaller angle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ, അതായത് ലൈനിലത്തെ ഒരു പോയിന്റിൽ, ഒരു ലൈൻ അതിൻ്റെ ഒരു പോയിന്റ്, ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ another line is to be drawn, ഒരു ലൈനും കൂടി ഡ്രോ ചെയ്തു. such that the angle on one side is 50 degree more than the angle on the other side. അതായത് ആംഗിൾ ഓൺ വൺ സൈഡ് എന്ന് പറയുന്നത് 50 ഡിഗ്രി മോർ, 50 ഡിഗ്രി കൂടുതലാണ് എന്തിനേക്കാളും than the angle on the other side. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൽ ഒരു പോയിന്റ് കൂടെ വേറെ ലൈൻ പാസ് ചെയ്തപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ ആംഗിളിനേക്കാളും 50 ഡിഗ്രി കൂടുതലാണ്. 50 ഡിഗ്രി കൂടുതലാണ് ഈ ആംഗിളിനേക്കാളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആംഗിളിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കണം, മറ്റേ ആംഗിളിന് നമ്മൾ x + 50 ഡിഗ്രി, സാധാരണ വേരിയബിൾ ആണ് ആദ്യം എഴുതുക, x + 50 ഡിഗ്രി എന്നും എഴുതാം. അല്ല, എത്രയല്ലേ ഉള്ളൂ. ഇനി പ്രോബ്ലം ചെയ്തൂടെ? ഇനി എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ പറ്റുക? നമ്മുടെ ഫസ്റ്റ് ലെസണിൽ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് ഇതിന് ലീനിയർ പെയറിനെ കുറിച്ചിട്ട് ഓർക്കുണ്ടോ? എങ്ങനെയാണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ആദ്യം തന്നെ ലെറ്റ് എക്സ് ബി ദി സ്മോളർ ആംഗിൾ. സ്മോളർ ആംഗിൾ എക്സ് അല്ലെ, അതിന്റെ കൂടെ +50 ഡിഗ്രി അല്ലേ ലാർജർ ആംഗിൾ. ദെൻ ദി അതർ ആംഗിൾ വിൽ ബി എന്താണ്? x + 50 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. x + 50 ഡിഗ്രി = 180 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. റീസൺ എന്താണ്? ലീനിയർ പെയർ. ഓക്കെ, ഇനി നമുക്ക് ചെയ്തൂടെ? x + x 2x + 50 = 180 ഡിഗ്രി. ന്യൂമറൽസിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 2x = 180 - 50 ഡിഗ്രി. 2x = 130 ഡിഗ്രി. x = 130/2 എങ്ങനെയാണ്? 2 13ൽ 6 ടൈംസ് പോവും, അപ്പോൾ 12 ആവും. ബാലൻസ് 1 ഉണ്ട്. 10ൽ 5 ടൈംസ്, അപ്പോൾ 65 ഡിഗ്രി. നമ്മുടെ അടുത്ത് എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഹൗ മച്ച് ഈസ് ദി സ്മോളർ ആംഗിൾ? സ്മോളർ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്മോളർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ?
സ്മോളർ ആംഗിൾ ഈസ് 65 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ? ഇത് വലിയ ഡൗട്ട് ഉള്ളതല്ലല്ലോ. പക്ഷെ നമുക്ക് ലീനിയർ പെയർ ആണെന്നുള്ളത് നമുക്ക് പറയാൻ കിട്ടണം. അവിടെയാണ് നമുക്ക് പ്രോബ്ലം പിന്നെ ഇത് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഈക്വൽ ടു വന്നിട്ട് വരണം. അതിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർ പെയർ എന്നുള്ളത് നമുക്ക് ഓർമ്മ വരണം. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees. ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത് 4 rupees മോർ ദാൻ ദി പ്രൈസ് ഓഫ് ദ പെൻ. പെന്നിനേക്കാളും 4 രൂപ കൂടുതലാണ്. ഓക്കെ, ഇനി ദ പ്രൈസ് ഓഫ് ദ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദി പ്രൈസ് ഓഫ് ദ പെൻ. അതായത് പെൻസിലിന്റെ വിലയാണെങ്കിലോ പ്രൈസ് ഓഫ് ദ പെൻസിൽ ഈസ് 2 rupees ലെസ്, 2 രൂപ കുറവാണ്. എന്തിനേക്കാളും? പെന്നിനേക്കാളും കുറവാണ്. ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 books, 2 pens, 3 pencils is 74 rupees. What is the price of each? ഓരോന്നിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പെന്നിൻ്റെയും പെൻസിലിൻ്റെയും അതുപോലെ തന്നെ ബുക്കിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളെപ്പോഴും പറയാറ് എക്സ് എന്ന് പറയുന്നത് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ എക്സ് എന്ന് കൊടുക്കണം എന്നാണ് പറയുക. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നുണ്ട്, പെൻസിലുണ്ട്, അതുപോലെ തന്നെ ബുക്കും നമുക്ക് കണ്ടുപിടിക്കണം. ഇതിലേതിനാണ് ഇവിടെ നമുക്ക് പെന്നുണ്ട്, അതുപോലെ തന്നെ പെൻസിലിന്റെ വില കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നമുക്ക് ബുക്കിന്റെയും വില കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിലേതിലാണ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാൻ പറ്റാന്നാണ് അറിയേണ്ടത്. അപ്പൊ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പെന്നിനേക്കാട്ടിലും 4 രൂപ കൂടുതലാണ്. അതുപോലെ പെൻസിലിന്റെ വില എന്ന് പറയുന്നത് എന്തിനാണ്? പെന്നിനേക്കാട്ടിലും 2 രൂപ കുറവാണ്. 4 രൂപ കൂടുതലും 2 രൂപ കുറവും. അപ്പൊ ഇതെല്ലാതും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തുമലാണ്? പെന്നുമലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? പെന്നിനെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഓരോന്ന് എഴുതല്ലേ. ഇനി അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് ദ പ്രൈസ് ഓഫ് പെൻ ബി എക്സ്. പെന്നിന്റെ പ്രൈസ് എക്സ് ആണ് നമ്മൾ വിചാരിക്കാണ്. അങ്ങനെയാണെങ്കിൽ പെൻസിൽ വിൽ ബി, പെൻസിലിന് എത്രയായിരിക്കും? പെൻസിൽ വിൽ ബി പെന്നിനെയാണ് 2 രൂപ കുറവ്, എക്സ് മൈനസ് 2. ഓക്കെ, ഇനി അതുപോലെ ബുക്കിന്റെ കാണുന്നില്ല അല്ലെ, ബി എക്സ്. പെൻസിൽ വിൽ ബി, പെൻസിലിന് എത്രയായിരിക്കും? അതിൽ നിന്ന് 2 രൂപ കുറവ്, എക്സ് മൈനസ് 2. ഇനി പെന്നിന്റെ എന്തായിരിക്കും? പെൻ വിൽ ബി, പെന്നിന്റെ എന്തായിരിക്കും? പെന്നല്ല, ബുക്ക് വിൽ ബി, ബുക്കിന്റെ എത്രയായിരിക്കും? പെന്നിനേക്കാളും 4 രൂപ കൂടുതൽ. അപ്പൊ എന്തായി? എക്സ് പ്ലസ് 4. ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാനായിട്ട് സുഖമാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 ബുക്സ്, 5 ബുക്കിന്റെ വിലയും 2 പെന്നിന്റെ വിലയും 3 പെൻസിലിന്റെ വിലയും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 74 രൂപ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 5 ബുക്സിന്റെ വില, അതായത് ഒരു ബുക്കിന്റെ വില എന്ന് പറയുന്നത്, ഒരു ബുക്ക് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? എക്സ് പ്ലസ് 4 ആണെന്ന് പറഞ്ഞു. അപ്പൊ 4 ബുക്സിന്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 4 ഇൻറ്റു 4 അല്ലേ? അങ്ങനെയല്ല, ഒരു ചോക്ലേറ്റിന് 10 രൂപയാണെങ്കിൽ 4 ചോക്ലേറ്റിന് എത്രയായിരിക്കും? 10 ഇൻറ്റു 4. അതുപോലെ തന്നെ. ഓക്കെ, അതേപോലെ തന്നെ ഇനി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 ബുക്കാണ് പറഞ്ഞിരിക്കുന്നത്. 5 ബുക്ക്. അപ്പൊ നമ്മളിവിടെ 5 എഴുതി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ പ്രൈസ് ഓഫ് 5 ബുക്സ്. പിന്നെ 2 പെൻസ്. 2 പെന്ന് എന്ന് പറയുമ്പോൾ എങ്ങനെ? പെന്ന് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ 2 പെൻ എന്ന് പറയുമ്പോൾ 2x ആയിരിക്കും.
പിന്നെ എന്താണ് 3 പെൻസിൽസ്. അപ്പോൾ 3 പെൻസിൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 3 ഇൻറ്റു പെൻസിലിൻ്റെ വില എത്രയാണ്? ഒരു പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് x-2 ആണ്. ക്ലിയർ ആയില്ലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ, ഈ x-2 രണ്ട് ടേംസ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് ബ്രാക്കറ്റ് ഇടണം. കണ്ടോ, ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ടേം ഉള്ളൂ, അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് ടേമുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ 5 ബുക്സ് 2 പെൻസ് 3 പെൻസിൽസ് ഇതിൻ്റെയൊക്കെ കൂടി ടോട്ടൽ എന്ന് പറയുന്നത് 74 റുപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി ടോട്ടൽ എന്ന് പറയുന്നത് 74 റുപ്പീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. 5 ഇൻറ്റു x + 4 + 2x + 3 ഇൻറ്റു x-2 = 74. ഈ ഇതിൻ്റെ ബുക്കിൻ്റെയും പെന്നിൻ്റെയും പെൻസിലിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള ടോട്ടൽ എന്ന് പറയുന്നത് 74 ആണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബ്രാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. എങ്ങനെയാണ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക? 5 ഇൻറ്റു എക്സ് 5x + 5 ഇൻറ്റു 4 20 + 2x അതുപോലെ തന്നെ എഴുതാം +3 ഇൻറ്റു എക്സ് 3x. ഇവിടെ മൈനസ് ആണുള്ളത്, മൈനസ് എഴുതി. 3 ഇൻറ്റു 2 6 = 74. ഇനി നമുക്ക് ലൈക്ക് ടേംസ് ഫുള്ള് ആഡ് ചെയ്യും. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സ് ഉള്ള ടേംസ്. 5x + 2x എത്രയാണ്? 7x. 7x + 3x 10x. 10x 20 - 6 എത്രയാണ് വരാ? 14 = 74. 80 20 - 16 = 14 = 74. ഇതാകുമ്പോൾ 80 90 = എത്ര എഴുതാൻ പറ്റും നമുക്ക്? ഇനി 10x = ഈ 14 ഇങ്ങോട്ട് കൊണ്ടുപോവാം. 14 എന്നുള്ളത് പ്ലസിലാണ് കിടക്കുന്നത്, ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ്. അപ്പോൾ 74 - 14. 10x = 74 - 14 എന്ന് പറയുന്നത് 60. Therefore x = 60/10 = എത്രയാണ്? 6 റുപ്പീസ് ആണ് എന്ത്? എക്സിൻ്റെ വാല്യൂ. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പെന്നാണ് എക്സ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെന്നിൻ്റെ വില എന്ന് പറയുന്നത് ഇത് 6 ആണ്. അപ്പോൾ പെന്നിൻ്റെ പെൻ കോസ്റ്റ് ഓഫ് പെൻ = x = 6. ഇനി അടുത്തത് എന്താണ്? കോസ്റ്റ് ഓഫ് പെൻസിൽ. കോസ്റ്റ് ഓഫ് പെൻസിൽ = പെൻസിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പെന്നിനേക്കാളും 2 രൂപ കുറവ്. അതായത് x-2 = 6 - 2 = 4 റുപ്പീസ്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ബുക്ക്. ഓക്കെ, കോസ്റ്റ് ഓഫ് ബുക്ക് = എങ്ങനെയാണ്? പെന്നിനേക്കാളും 4 രൂപ കൂടുതൽ x + 4 = 6 + 4 = 10 റുപ്പീസ്. ഓക്കെ, അപ്പോൾ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും ബുക്കിൻ്റെയും വില നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആയില്ലോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് അതിൽ 5 സബ് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ അത് ഈസിയാണ്. അങ്ങനെ ആദ്യത്തെ ഒരു ഇതൊന്നും കിട്ടിയാൽ മതി. പിന്നെ 5 ക്വസ്റ്റ്യൻ, ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആദ്യത്തെ ആ ഒരു ഒന്ന് ക്ലിക്ക് ആവാനുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ്? 4th ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 41ന്റെ 4th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും? The sum of 3 consecutive natural numbers is 36. What are the number? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 36 ആണ്. എന്താണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ 1 2 3 4 5 6 എന്ന് പറയില്ലേ, ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സാധാരണ നമ്പേഴ്സ്. ഇതിപ്പോൾ ഹോൾ നമ്പർ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങും? 0യിൽ നിന്ന് കൊണ്ടുപോകും. ഹോള് 0 എന്ന് പറഞ്ഞാൽ ഹോള്. ഓക്കെ, അപ്പോൾ 0 1 2 3 ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 1 2 3 എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, ഇത്രയുള്ളൂ ഹോൾ നമ്പേഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്തടുത്തുള്ളത്.
ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ 1 2 3 4 5 6 അങ്ങനെ ഒരു നമ്മളങ്ങനെ എടുത്തത് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 കിട്ടുമെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കി നോക്കിയാൽ ഈ ഇത് നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ഇതാണ് ഒരു നമ്പർ ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത നാച്ചുറൽ നമ്പർ അടുത്തടുത്തുള്ളത് കേട്ടോ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. അടുത്ത നമ്പർ കിട്ടാനായിട്ട് ഇവിടെ 1x ആണെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത നമ്പർ കിട്ടാനായിട്ട് ഇത് ചെയ്യണം x+1 അല്ലേ. ഈ എക്സിന് കൂടെ 1 ആഡ് ചെയ്താലല്ലേ 2 കിട്ടുള്ളൂ. ഇനി 3 അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ എക്സിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 2 ആഡ് ചെയ്താലാണ് 3 കിട്ടുക അല്ലേ. കറക്റ്റ് അല്ലേ പറയുന്നത്? എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും, എക്സിന്റെ കൂടെ 2 ആഡ് ചെയ്താൽ പിന്നത്തെ നമ്പർ കിട്ടും, എക്സിന്റെ കൂടെ 3 ആഡ് ചെയ്താൽ അടുത്ത നമ്പർ കിട്ടും. അങ്ങനെയല്ലേ? കറക്റ്റ് അല്ലേ പറയുന്നത്? ഇനി വേറൊരു നാച്ചുറൽ നമ്പർ എടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പം ഞാനിപ്പോൾ 50 51 52 ഇങ്ങനെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് കേട്ടോ. അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ ഇതാണ് എക്സ് എന്ന് വിചാരിക്കൂ. അപ്പോൾ അടുത്തടുത്തുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 51 കിട്ടാനായിട്ട് ഈ എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്യണം, 52 കിട്ടാനായിട്ട് ഈ എക്സിന്റെ കൂടെ 2 ആഡ് ചെയ്യണം. കറക്റ്റ് അല്ലേ പറയുന്നത്? ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 36 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് the consecutive natural numbers are ഏതായിരിക്കും നമ്പേഴ്സ്? ഒന്ന് എക്സും ഒന്ന് x+1ഉം ഒന്ന് x+2ഉം ആണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുന്ന പറഞ്ഞത്? 36 കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? x+1 x+2 = 36 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് സിമിലർ ടേംസ് ലൈക്ക് ടേംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. x + x അതായത് 3x + 2 + 1 3 = 36. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോവാ. 3x = 36 - 3 36 - 3 എന്ന് പറഞ്ഞാൽ 33. x = 36 - 3 33. 3 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ 3 എത്ര ടൈം പോവും? 11 ടൈംസ്. അപ്പോൾ എത്രയാണ്? 11 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എത്രയായിരിക്കും? therefore 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആർ ഏതൊക്കെയായിരിക്കും? ആദ്യം 11 എഴുതി, അടുത്തത് x+11 12 എഴുതി, പിന്നത്തത് x+2 അതായത് 13 അല്ലെ. 11 + 2 13. അപ്പോൾ ഏതൊക്കെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? 11 12 and 13. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും ഏകദേശം ഇതുപോലത്തെ തന്നെയാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാ ചെയ്യാന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഇനി the sum of 3 consecutive even numbers are 36. What are the numbers? അതായത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 36 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എഴുതി നോക്കാം. 2-3 ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളിത് 2 4 6 8 10 12 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയില്ലേ? അതിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കി നോക്കിയാൽ ഒരു 2-3 ഈവൻ നമ്പർ എഴുതി. 4 6 8. ഓക്കെ, കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ 4ന് ഞാൻ എക്സ് കൊടുത്തു എന്ന് വിചാരിക്കൂ. അപ്പോൾ തൊട്ടടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? 4 + 2 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? x+2 എന്ന് എഴുതണം. കറക്റ്റ് അല്ലേ പറയുന്നത്? ഇനി 8 കിട്ടാൻ വേണ്ടിയിട്ട് 4 + 4 ചെയ്താലാണ് നമുക്ക് 8 കിട്ടുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? x+4. നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു നമ്പർ കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ വേറെ ഒരു 20 22 24 ആണെന്ന് വിചാരിക്കൂ. ഇവിടെ എക്സ് കൊടുത്തു. അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? x+2 കൊടുക്കണം. 20 + 4 ചെയ്താലല്ലേ 24. x+4 കൊടുക്കണം. കറക്റ്റ് അല്ലേ പറയുന്നത്? ഇതില്ലല്ലേ? ഇങ്ങനെ ചെയ്താലും സെയിം ആണ് കിട്ടുക. അപ്പം നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് ദ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്
ആർ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? എക്സ്, എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് 4. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 36 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ പോരാ. അപ്പോൾ തന്നെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 36. ഓക്കെ, എക്സ് പ്ലസ് എക്സ് അതായത് 3x പ്ലസ് 6 ഈക്വൽ ടു 36. 3x ഈക്വൽ ടു ഈ 6നെ അങ്ങോട്ട് കൊണ്ടുപോവാം. 36 മൈനസ് 6. x ഈക്വൽ ടു വാട്ട് ഈസ് 36 മൈനസ് 6? 30. 3x 3 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഡിവിഷനിലേക്ക് പോകും. അപ്പോൾ എത്ര ടൈം പോവും? 10 ടൈംസ് പോകും. അപ്പോൾ x ഈക്വൽ ടു 10 കിട്ടി. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്തായിരിക്കും? ശ്രദ്ധിച്ച് എഴുതണം. നമ്മൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എഴുതുമ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആർ x എന്ന് പറയുന്നത് നമുക്ക് 10 കിട്ടി. അടുത്തത് 10 പ്ലസ് 2 12 കിട്ടി. 10 പ്ലസ് 4 14 കിട്ടി. കണ്ടോ? കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10ഉം 12ഉം അതുപോലെ തന്നെ 14ഉം. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. Can the sum of 3 consecutive odd numbers be 36? അതായത് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരാം? 1, 3, 5, 7, 9, 11, 13 ഇങ്ങനെയുള്ളതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര 36 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വെറുതെ ഒന്ന് നോക്കി നോക്കാം. ഞാൻ പറയാണ് 1 3 5. 1 പ്ലസ് 3 പ്ലസ് 5 എത്രയാണ്? 3 പ്ലസ് 4 3 പ്ലസ് 4 സോറി 3 പ്ലസ് 1 4 4 പ്ലസ് 5 9. കണ്ടോ? ഇനി വേറെ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഓഡ് നമ്പർ എടുത്തെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഒരു 31 33 35 എടുത്തെന്ന് വിചാരിക്കും. ഇവ അല്ലാതെ 3 കൂടി ആഡ് ചെയ്തെന്ന് വെക്കും. അപ്പോൾ 31 പ്ലസ് 33 പ്ലസ് 35 അല്ലേ. അപ്പോൾ 5 6 7 8 9 3 6 9. അപ്പോൾ എത്ര കിട്ടി? 99. കണ്ടോ? ഇത് കോൺസിക്യൂട്ടീവ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പേഴ്സാണ് കിട്ടുക? ഓഡ് നമ്പേഴ്സ് തന്നെയാണ് കിട്ടുള്ളൂ. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 15 പ്ലസ് 17 പ്ലസ് 19 എടുത്തു എന്ന് വിചാരിക്കും. അടുപ്പിച്ചുള്ള ഓഡ് നമ്പേഴ്സ് എടുക്കണം കേട്ടോ. ഇത് എത്രയായിരിക്കും? 16 16 പ്ലസ് 5 21 2 3 4 5 51 ഉണ്ട്. ഏത് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുള്ളൂ? ഓഡ് നമ്പേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ ദി സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ബി 36? ആൻസർ എന്താണ്? നോ. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതേണ്ടത്? The sum of 3 consecutive odd numbers will always be an odd number. Odd number മാത്രമായിരിക്കും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പം നമുക്കിനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ 4th ഉം 5th ഒക്കെ ഇതുപോലത്തെ റിപ്പീറ്റേഷൻ ആണ്. വലിയ കാര്യമായിട്ട് നമുക്ക് ഇനി പുതിയതായിട്ടൊന്നും ഇതിലില്ല. നോക്കാം നമുക്ക്. The sum of 3 consecutive odd numbers is 33. What are the numbers? Consecutive odd numbers 33 ആണ്. What are the numbers ആണ് ചോദിച്ചിരിക്കുന്നത്. ഈവൻ നമ്പേഴ്സ് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു നമുക്കറിയാം. ഇപ്പോൾ 3 consecutive odd numbers 5 6 7 9 അതാണ് 3 കോൺസിക്യൂട്ടീവ്. ഒരു എക്സാമ്പിൾ പോലെ എടുത്തിരിക്കുന്നതാണ്. 5ന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് പ്ലസ് 2 കൊടുക്കണം. പിന്നത്തത് കിട്ടാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കൂടെ 4 ആഡ് ചെയ്യണം. നേരത്തെ ഈവൻ നമ്പർ പറഞ്ഞാൽ അതേപോലെ തന്നെ. ഇതിലിങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൂടി 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന പറയുന്നത്? 33 കിട്ടുന്നതാണ് പറയുന്നത്. ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. x plus 2 plus x plus 4 equal to 33.
എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x കൂടി ആഡ് ചെയ്യുമ്പോൾ 3x പ്ലസ് 6 ഈക്വൽ ടു 33 3x ഈക്വൽ ടു 33 ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -6 x ഈക്വൽ ടു 33 - 6 എത്രയാണ് 27 ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ 27/3 ഈക്വൽ ടു എത്രയാണ് 9 ടൈംസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് 9 കിട്ടി. therefore 3 consecutive odd numbers are ഏതൊക്കെയാണ് 3 consecutive odd numbers? ആദ്യത്തത് 9 plus 2 11 9 plus 4 13. അപ്പോൾ ഇതാണ് 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ, നമുക്കൊന്ന് വേഗം ചെയ്യാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 33. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് പറഞ്ഞ ആദ്യത്തത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സാധാരണ 1 2 3 4 5 6 അതിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പം നമുക്കറിയാം, നമുക്കൊരു 10 11 12 കോൺസിക്യൂട്ടീവ് ആയ നമ്പേഴ്സ് ആണ്. ഇപ്പം 10x എടുത്തു കഴിഞ്ഞാൽ അടുത്തത് x+1 ആയിരിക്കും, പിന്നത്തത് x+2 ആയിരിക്കും. ഇതിന്റെ സമ്മ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 33 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ചെയ്ത അതേപോലെ തന്നെ x+1 x+2 ഈക്വൽ ടു 33 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ടേംസ് ആഡ് ചെയ്യുക. x + x + x 3x പ്ലസ് 1 + 2 3 ഈക്വൽ ടു 33. 3x ഈക്വൽ ടു ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 33 - 3 x ഈക്വൽ ടു 33 - 3 30 ആണ്. 3 × x മൾട്ടിപ്ലിക്കേഷനിലാണ് കിടക്കുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും ഈക്വൽ ടു 10. അപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. therefore 3 consecutive natural numbers are ഏതൊക്കെയാണ്? 10 x+1 11 12. നമ്മൾ എക്സാമ്പിൾ എടുത്താൽ തന്നെ അല്ലേ, എക്സാമ്പിൾ എടുത്തത് തന്നെയാണ് ആൻസർ കിട്ടിയതും 10 11 and 12. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നമുക്ക് ഈ എക്സസൈസിൽ 2 പ്രോബ്ലം കൂടി ബാലൻസ് ഉണ്ട്. 5th. ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ദിനേഴ്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക ലെസൺ 2 ഇക്വേഷൻസിലത്തെ പേജ് നമ്പർ 43, അതായത് 4th എക്സസൈസിലത്തെ ലാസ്റ്റ് പ്രോബ്ലമാണ് ചെയ്യുന്നത്. അതായത് 5th പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ 5th പ്രോബ്ലത്തിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്കൊന്ന് വേഗം ചെയ്യാം. ഓക്കെ, എന്താണിത് പറഞ്ഞിരിക്കുന്നത്? പേജ് നമ്പർ 41 ആണ് കേട്ടോ. പേജ് നമ്പർ 41ത്തെയാണ്. നോക്കാം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ആണെന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇൻ എ കലണ്ടർ എ സ്ക്വയർ ഓഫ് 4 numbers ഈസ് മാർക്ക്. ദ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് 80. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു കലണ്ടറിലത്തെ സ്ക്വയറിൽ വരുന്ന 4 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 ഇങ്ങനെ ഫോളോ ചെയ്തു പോകും. ഇങ്ങനെയല്ലേ ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ. അതായത് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ കോളങ്ങൾ വരുന്നത് അല്ലേ? ഇങ്ങനെയല്ല അതിൻ്റെ കോളങ്ങൾ വരാം. ഇങ്ങനെ സ്ക്വയറിലാണ് കോളങ്ങൾ വരാം അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ വീട്ടിലെ കലണ്ടറിൽ എടുത്ത് നോക്കിയാലും മതി, നമുക്കറിയാൻ പറ്റും. അതായത് ഒരു സ്ക്വയറിൽ വരുന്ന 4 നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സമ്മ് ചെയ്തപ്പോൾ എത്രയാണെന്ന് പറഞ്ഞത്? 80 എന്നാണ് പറയുന്നത്. സ്ക്വയറിൽ വരുന്ന 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാനിപ്പോൾ പറയാണ്
ഈ ഈ 4 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കൂ. ഈ 4 നമ്പേഴ്സ് ഏത് ഷേപ്പിൻ്റെ ഉള്ളിലാണ് വരിക? ഈ 4 നമ്പേഴ്സാണ് ഞാൻ എടുത്തതെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു ഷേപ്പ്. ഈ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റെക്റ്റാങ്കിൾ ആണ്. ഇവിടെ പറയുന്നത് സ്ക്വയറിൻ്റെ ഉള്ളിൽ, സ്ക്വയർ ഷേപ്പിൻ്റെ ഉള്ളിൽ വരുന്ന 4 നമ്പേഴ്സ്. അതായത് ഇങ്ങനെയായിരിക്കും അപ്പോൾ വരുന്നുണ്ടാവുക അല്ലേ? ഇതിങ്ങനെ, അതായത് ഈ ഇങ്ങനെയായിരിക്കും ആ സ്ക്വയറിൻ്റെ ഷേപ്പ് എന്ന് വരുന്നുണ്ടാവുക അല്ലേ? ഇങ്ങനെയല്ല വരെ. സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 sides ആർ ഈക്വൽ. അതിനല്ല സ്ക്വയർ എന്ന് പറയുമ്പോൾ. സ്ക്വയറിൻ്റെ ഉള്ളിൽ വരുന്ന 4 നമ്പേഴ്സ് എടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഈ നമ്പേഴ്സാണ് എടുത്തതെന്ന് വിചാരിക്കും. ഈ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ ഞാനിപ്പോൾ 8 എന്നുള്ളത് എക്സ് ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ 9 തമ്മിലുള്ള റിലേഷൻ എന്താണ്? എക്സ് പ്ലസ് 1 അല്ലേ? അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1 ചെയ്താലല്ലേ 9 കിട്ടാം. കറക്റ്റ് അല്ല പറയുന്നത്? ഇനി അടുത്തത് ഇവിടെയല്ല നമ്മൾ എക്സ് എന്ന് കോറ് കൊടുത്തത് ഇതിനെയാണ്. ഇനി ഇതും ഈ നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താ? 15 - 8 7. അതായത് എക്സ് പ്ലസ് 7, 8 പ്ലസ് 7 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 15 കിട്ടുക. അപ്പോൾ എക്സ് പ്ലസ് 7. ഓക്കെ. ഇനി ഈ നമ്പറും തമ്മിലുള്ള റിലേഷനാണ് എക്സ് പ്ലസ് 7. ഇനി ഇതും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എക്സ് പ്ലസ് 8 അല്ലേ? ഈ 8ൻ്റെ കൂടെ 8ഉം കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 16 കിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് ആദ്യത്തെ നമ്പർ എക്സ് എടുത്തു, പിന്നത്തെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് പ്ലസ് 1 ആയി, പിന്നത്തെ താഴെയുള്ള നമ്പർ എക്സ് പ്ലസ് 7 ആയി, പിന്നത്തെ നമ്പർ എടുത്ത് എക്സ് പ്ലസ് 8 ആയി. ഓക്കെ. ഇതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഏതൊരു ഇതെടുത്താലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് കിട്ടുള്ളൂ. ഇതാണ് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നത്. 13 + 1, 13 + 7, 13 + 8 ചെയ്താലാണ് ഇത് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഈ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നവർ പറയുന്നത്? 80 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 8 ഈക്വൽ ടു എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത്? 80. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടില്ലേ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ലൈക്ക് ടേംസ് ഒക്കെ ആഡ് ചെയ്യുക. 1x പ്ലസ് എക്സ് പ്ലസ് എക്സ് 2x, 2x പ്ലസ് എക്സ് 3x, 3x പ്ലസ് എക്സ് 4x, 4x പ്ലസ് 1 പ്ലസ് 7 8, 8 പ്ലസ് 8 16 ഈക്വൽ ടു 80. 4x ഈക്വൽ ടു 80 മൈനസ് 16. x ഈക്വൽ ടു 80 മൈനസ് 16 എത്രയാണ്? 70യും 64 ബൈ ഈ 4 ഇങ്ങോട്ട് പോകുമ്പോൾ 4 മൾട്ടിപ്ലിക്കേഷനാണ് കിടക്കുന്നത്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ. എത്ര ടൈംസ് പോവും? 6ൽ 1 ടൈം പോവും, ബാലൻസ് 2 ഉണ്ട്. 24ൽ 6 ടൈം. എക്സ് ഈക്വൽ ടു 16. ക്ലിയർ ആയോ? 6 1 12 18 24 കറക്റ്റ് ആണ്. എക്സ് ഈക്വൽ ടു 16. എക്സ് 16 കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സ് കിട്ടാനാണോ നമുക്ക് ബുദ്ധിമുട്ട്? നമുക്ക് നോക്കാം അടുത്ത നമ്പേഴ്സ് ഒക്കെ. Therefore, the numbers are ഏതൊക്കെയാണ്? ആദ്യത്തെ നമ്പർ 16, പിന്നത്തെ നമ്പർ 16 + 1 17, പിന്നത്തെ നമ്പർ 16 + 7 എത്രയാണ്? 16 + 6 22 23. ഇനി 16 + 8 എത്രയാണ്? 24. അപ്പോൾ 4 നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 16, 17, 23 ആൻഡ് 20. ഓക്കെ, ക്ലിയർ ആയില്ലോ? ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും നമ്മുടെ വരുന്നത്. ഇതേപോലെ ഈ കലണ്ടറിൻ്റെ തന്നെയാണ് വരുന്നത്. നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യാം. A square of 9 numbers is marked in a calendar. The sum of all these is 10. Sum of all these is 90. What are the numbers? A square of 9 numbers is marked in a calendar. Calendarൽ 9 numbers, ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ വരുന്ന 9 numbers മാർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇങ്ങനെ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പം ഇത് തന്നെ നമ്മൾ ഒരു ഇതെടുത്തു എന്ന് വിചാരിക്കും. ഇപ്പം ഇതാണ് എടുത്തതെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞ ഷേപ്പ് എങ്ങനെയായിട്ടായിരിക്കും വരുന്നുണ്ടാവുക? ഇങ്ങനെ പോയി ഈ ഇത് ഇങ്ങനെ ഇതായിരിക്കില്ലേ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഇതിങ്ങനെയല്ലേ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ലെങ്ത്തും
ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കണം. ഇവിടെ 3 കോളങ്ങൾ, ഇവിടെയും 3 കോളങ്ങൾ അല്ലേ. അപ്പോൾ അങ്ങനെയായിരിക്കും അല്ലേ. ഒരു 9 ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ വരുന്ന 9 നമ്പേഴ്സ്. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിലും 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇതാണ് എക്സ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും എക്സ് അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് പ്ലസ് 1, പിന്നത്തെ നമ്പർ കിട്ടാനായിട്ട് എക്സ് പ്ലസ് 2 അല്ല 4 + 2 ചെയ്യുമ്പോഴല്ലേ 6 കിട്ടാം. ഇനി ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള നമ്പർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 7 ആഡ് ചെയ്യണം അല്ലേ. 4 + 7 ചെയ്താലല്ലേ 11 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സ് പ്ലസ് 7. ഇനി ഇതും ഇവിടെയും അപ്പോൾ ഒരു നമ്പർ കൂടി ഏതായി, അപ്പോൾ എക്സ് പ്ലസ് 8. ഇനി ഇതും എന്ന് പറയുന്നത് എക്സ് പ്ലസ് 9 അല്ലേ. ഇതൊക്കെ ഓരോ നമ്പറുകളാണ് കൂടുന്നത്. 11, 12, 13. അപ്പോൾ എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8, എക്സ് പ്ലസ് 9. കറക്റ്റ് ആയില്ലോ. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇനി ഇതും പിന്നെ ഇവിടെയും തമ്മിൽ. ഇപ്പോൾ ഇവിടെ 7 ആഡ് ചെയ്തു, അവിടെ നിന്നും 7 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുക അല്ലേ. 4 + 7 ചെയ്യുമ്പോഴാണ് 11 കിട്ടുക. 11 + 7 ചെയ്യുമ്പോഴാണ് നമുക്ക് 18 കിട്ടുക. അതായത് എക്സ് പ്ലസ് 14. കറക്റ്റ് ആയില്ലേ? എക്സ് പ്ലസ് 14. 14 + 4 18. കണ്ടോ? ഇനി ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 18ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴല്ല 19 കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 15, എക്സ് പ്ലസ് 8, 19ൻ്റെ കൂടെ ഒരു നമ്പർ കൂടി എക്സ് പ്ലസ് 16. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 8 പ്ലസ് എക്സ് പ്ലസ് 9 പ്ലസ് എക്സ് പ്ലസ് 14 പ്ലസ് എക്സ് പ്ലസ് 15 പ്ലസ് എക്സ് പ്ലസ് 16. ഇതെല്ലാതും കൂടി ആഡ് ചെയ്ത് എത്രയാണ് പറഞ്ഞത്? 90 കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് നമുക്ക് ഉള്ളത് ക്വസ്റ്റ്യനിലുള്ളത്. നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 എക്സ് ഉണ്ട്. പ്ലസ് 1 + 2 3 3 + 7 10 10 + 8 18 18 + 9 27 27 + 14 41 41 + 15 56 56 + 16 72 72 = 90. ഓക്കെ, ഇനി 9x = 90. ഈ 72നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സാധാരണ ചെയ്യുന്ന പോലെ 90 - 72 = എത്ര കിട്ടും നമുക്ക്? 72 18 കിട്ടും. therefore x = 18 ഡിവൈഡഡ് ബൈ 9. ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ. അപ്പോൾ എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്നത് 2 ആണ് കിട്ടും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ അടുത്ത് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എല്ലാ നമ്പേഴ്സും കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ നമ്പേഴ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. നമ്പേഴ്സ് ആർ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? ആദ്യത്തത് 2 ആണ്. പിന്നത്തത് 2 + 1 3 ആണ്. 2 + 2 4 ആണ്. 2 + 7 9 9 10. പിന്നത്തത് 11. പിന്നെ 2 + 14 16 17 18. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്പേഴ്സ്. അതായത് 2 3 4 9 10 11 16 17 18. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. മനസ്സിലായിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നു. ഈ നമ്പർ ഇത് എഴുതാൻ കിട്ടിയാൽ മതി. ഇത് എഴുതാൻ കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കലണ്ടർ ടൈപ്പ് പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ലെസണിൽ ഒരു 1 more എക്സസൈസും കൂടിയാണ് ഉള്ളത്. നമുക്കതും കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, ബൈ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചോദിക്കും. ഓക്കെ.